ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അന്ന് ഞങ്ങൾ കുറച്ച് പറമ്പിപ്പണിയാണ് വിനിച്ചേട്ടൻ നോക്കുന്നത്. ഞാൻ എന്നാ വീഡിയോ എടുക്കുന്നത്, ഞാനും പറമ്പിൽ വിനിച്ചേട്ടൻ്റെ കൂടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ നാരങ്ങ വെള്ളം എടുക്കാൻ വന്നപ്പം ഫോണെടുത്ത് ചുമ്മാ പെട്ടെന്ന് തോന്നിയിട്ട് വീഡിയോ പിടിക്കുന്നു നോക്കുവാണേ. ഞാനെന്നാ വീഡിയോ എടുക്കുന്നത് നോക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ വിനിച്ചേട്ടനെ കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പകലൊന്നും വീട്ടിൽ ഇരിക്കുന്നില്ലല്ലോ. രാവിലെ നേരത്തെ പോവും, വൈകിട്ട് കുറച്ച് താമസിച്ചേ വരത്തുള്ളേ. അന്നേരം പിന്നെ കാണിക്കാൻ പറ്റാം. പിന്നെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ പിള്ളേരുടെ ഒക്കെ ആയിട്ട് വേണ്ടി പിന്നെ വീഡിയോ ഒന്നും എടുക്കാറൊന്നും ഇല്ല. ഇതിപ്പോൾ അപ്പു പറമ്പെല്ലാം വെട്ടി തെളിക്കുവാണേ. മെഷീനും കൊണ്ടാണ് വെട്ടുന്നത്. അവന് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനേ. എനിക്ക് മുറ്റത്തെ പള്ളയൊക്കെ ആണെങ്കിലും ഒരു സൈഡൊക്കെ ചേർത്തെല്ലാം വെട്ടിപ്പെറുക്കിയൊക്കെ തരും. അവന് കൃഷിയാണ് ഭയങ്കര ഇഷ്ടം. കൃഷി അതിനെ സംബന്ധിക്കുന്ന അനുബന്ധ കാര്യങ്ങളോട് മാത്രമേ താല്പര്യമുള്ളൂ. അവന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓരോ കൃഷിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഈ വെണ്ടക്കൃഷി ഇതെല്ലാം കാര്യങ്ങളും എല്ലാം അവനിഷ്ടമായിട്ട് മാത്രം ചെയ്യുന്നതാണ്. ഇതാട്ടോ നമ്മുടെ റോഡേ. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചക്ക പറിച്ച് അഴിച്ചക്ക ഉണ്ടാക്കാൻ പറിച്ച പ്ലാവാണ് ഇപ്പോൾ കണ്ട. ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിക്കടെ ഒരു ചെറിയ വഴിയായിരുന്നു. ഞാനിവിടെ വരുമ്പോഴൊന്നും ഇവിടെ റോഡില്ലായിരുന്നേ. നമുക്ക് വാതക്കക്കടയെ അങ്ങ് കരോട്ട് റോഡിൽ നിന്ന് ഇടവഴി ഇറങ്ങിയാണ് വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ ഇവിടെയുള്ള എല്ലാവരും കൂടെ കൂടി റോഡാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു 15 വർഷമൊക്കെ ആയിട്ട് കാണുള്ളൂ. എന്നിട്ട് ഈ നമ്മുടെ സ്ഥലം രണ്ടായിട്ട് പോയേ. നമ്മുടെ സ്ഥലത്തിൻ്റെ നടുക്കൂടെ നമ്മൾ നടന്നു വന്നുകൊണ്ടിരുന്ന ആ വഴി രണ്ടായിട്ട് വീതി കൂട്ടി റോഡാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പം കുറച്ച് സ്ഥലം അപ്പുറയും കുറച്ച് സ്ഥലം ഇപ്പുറയായി. അങ്ങനെ ആ റോഡ് വന്ന് കിടക്കുന്നത്. പിന്നെ അപ്പുവാണ് പള്ളയെല്ലാം വെട്ടി സെറ്റാക്കി റെഡിയാക്കിയൊക്കെ തരുന്ന ആൾ. ഈ കാണുന്ന ചെടി മുഴുവൻ അപ്പൂൻ്റെയാണ്. ഇത് വലിയെല്ലാം കയറ്റി വിടും. ശംഖുപുഷ്പം, മന്ദാരം, ഇല്ലാത്തൊന്നുമില്ല. ഇതെല്ലാം അവൻ്റെ പരിപാടികളാണ്. ഭയങ്കര താല്പര്യം ഇതിനോടെ. അപ്പോൾ ഞങ്ങൾ ആ രീതിയിൽ അങ്ങോട്ട് നിൽക്കും. അതെന്നാന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളോടൊന്നും പുള്ളിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാറില്ല. ഒരു കുഞ്ഞ് കഷ്ണം കമ്പ് കൊണ്ടുപോയി കൊടുത്താലും ഉണ്ടല്ലോ, അത് കുറേ ആക്കി എടുക്കാൻ ഭയങ്കര കഴിവാണേ. ഓരോ പ്രത്യേക രീതിയിലുള്ള വളങ്ങളുണ്ടാക്കൽ പരിപാടികൾ ഒക്കെ. നമ്മളാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ അവന് എന്നെ അതിൻ്റെ മേടിച്ചുകൊണ്ട് വരുന്നാലും അവന് സന്തോഷമാകുന്നൊരു ചെടി കൊണ്ടു കൊടുത്താലാണേ. അതാണ് അവന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ നഴ്സറിയിൽ ഇറങ്ങാതെ വരുന്ന ദിവസങ്ങൾ വളരെ കുറവാണ്. നഴ്സറിയിൽ ഇറങ്ങി എന്തെങ്കിലും മേടിച്ച് അങ്ങനെ ഇങ്ങനെ പോക്കില്ല. എല്ലാ ആശുപത്രി കേസൊക്കെ ആണെങ്കിലും പോക്കൊക്കെ ഉള്ളൂ. അങ്ങനെ പോയാലും ഞങ്ങൾ അവനെന്തെങ്കിലും മേടിച്ചോണ്ടേ വരുള്ളൂ. കാരണം അത് നീറ്റായിട്ടിരിക്കുന്നതും ചെയ്യും, താല്പര്യമുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ഇത് അവൻ 6-ലോ എങ്ങാണ്ട് വെച്ച് സ്കൂളിൽ നിന്ന് പരിസ്ഥിതി ദിനത്തിന് കിട്ടിയ മന്ദാരമാണ്. അതാ മുറ്റത്ത് കുഴിച്ച് വെച്ചത്. ഒത്തിരി വലുതായേ. ഇപ്പം ഇത്രയായാലും ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഇത്രയും വർഷം എന്ന് പറയുമ്പോഴേ ഇത് അവന് വരച്ച് കൊടുത്തിട്ട് വിനിച്ചേട്ടൻ വെൽഡ് ചെയ്ത് കൊടുത്തതാണേ. ഒരു സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിൽ പിന്നെ ഒരു പച്ച പുല്ലില്ലേ, ആ പുല്ല്, അതിൻ്റെ പേരെനിക്കറിയത്തില്ല, അത് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോയി വെയിൽ വന്നപ്പോഴത്തേനും എന്തോ രോഗം വന്നതായിരുന്നു. അതുകൊണ്ടോ പറമ്പെല്ലാം തെളിച്ച് നല്ല നീറ്റായി കിടപ്പുണ്ടെങ്കിലും പറമ്പിലിറങ്ങാൻ വലിയ പാടായിരുന്നേ. ഇതിപ്പോൾ ഇതാണേലും ഉണ്ടല്ലോ, ഇപ്പോൾ ആ കാണുന്ന ആ സാധനമാണേലും ഈ വേസ്റ്റ് കമ്പി എല്ലാം കൂടെ കൂടി വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തൂടെ വിലക്കുറഞ്ഞ നെറ്റ് മേടിച്ച് ചുറ്റി വെച്ചേക്കുവാണേ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ അടിച്ചു വാരിയതും ഇതുപോലെ വേസ്റ്റുകളെല്ലാം കൊണ്ട് വരുമ്പോഴത്തേനും അത് പൊടിഞ്ഞ് അടി വരും. അത് ഭയങ്കര ഒരു വളമാണേ. അത് കുറച്ചായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ നിന്ന് പൊക്കിച്ച് വാരിയെടുക്കും. അതുകൊണ്ട് അതൊക്കെയാണ് നമ്മൾ വളമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഗോവിന്ദൻ്റെ വീഡിയോ കയറി കാണണം. ഞങ്ങൾ ഗോവിന്ദനെ അപ്പൂന്നാണ് വിളിക്കുന്നത്. നാരങ്ങ വെള്ളം കുടിക്കാൻ 2-ാം ട്രിപ്പ് നാരങ്ങ വെള്ളം. മുഖം മുഴുവൻ ഇതാണ്. എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അവനതാ ഇഷ്ടം കേട്ടോ. അങ്ങനെയൊക്കെ ഓരോ ഉണ്ട്. ഞാൻ നമ്മളിങ്ങനെ എന്നാടാ ഇങ്ങനെ മുഖത്തൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അവൻ ചിരിക്കുകയാണ്. അവനതൊക്കെ ഭയങ്കര താല്പര്യത്തോടെ ചെയ്യുന്നത്. ഞാനിത് കുറേ പ്രാവശ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ അവൻ അതുപോലെ താല്പര്യമായി ഈ കൃഷി കാര്യങ്ങൾ. പിന്നെ ഈ കാണുന്ന കപ്പള അവൻ ഇന്നാളൊന്ന് ബഡ് ചെയ്ത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പൂൻ്റെ ചാനൽ കാണുന്നവരുണ്ട്. അവന് എയർ ലെയറിങ് ചെയ്തേച്ച് അത് കാണിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് കഴിഞ്ഞ വലിയ വേനൽ വന്നേ. അപ്പോൾ അത് കരിഞ്ഞു പോയായിരുന്നേ. പിന്നെ അതിപ്പോഴാണ് വെട്ടിക്കളയുന്നത്. ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറമ്പിൽ ഈ പുല്ലൊക്കെ വെട്ടി മെഷീനും കൊണ്ട് വെട്ടുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ചെറിയ വെണ്ടത്തൈ, വഴുതനത്തൈ, ചെറിയ റബ്ബർ തൈ, പിന്നെ കുഞ്ഞ് വാഴയുടെ കുഞ്ഞ് ഒക്കെ കാണുമല്ലോ. അതൊക്കെ ഈ മിഷ്യത്തിൻ്റെ ആ വയറ് പോലത്തെ സാധനം കൊണ്ട് കേടുവരും, ക്ഷതം വരും അതിനെ. അതുകൊണ്ട് ഇത് വിനിച്ചേട്ടൻ തന്നെ തടിയും കൊണ്ട് അടിച്ചു കൂട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ മറ കൊടുത്തിട്ടാണ് ഇതാർക്കെങ്കിലും ഉപകാരപ്പെടുമായിരിക്കണം. ഈ മറ കൊടുത്തിട്ടാണത് മിഷ്യൻ കൊണ്ട് വെട്ടുന്നത്. അപ്പോൾ അതിനൊന്നും സംഭവിക്കത്തില്ല. ആകെ മൊത്തം കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചോട് മാത്രം നമ്മൾ കൈ കൊണ്ട് പറിച്ച് കളയേണ്ടി വരുവേ. അന്നേരത്തേനും പെട്രോൾ തീർന്നിട്ട് വിനിച്ചേട്ടൻ പെട്രോൾ മേടിക്കാൻ പോയതാണ്. പിണ്ണാക്കിനാടിനാണ് പോകുന്നത് പെട്രോൾ മേടിക്കാനാണ്. നമ്മുടെ ഇവിടെ അടുത്ത പെട്രോൾ പമ്പ് പിണ്ണാക്കിനാടാണ്. പിന്നെ തിടനാടുണ്ട്. അപ്പം ടിപ്പ് കിടന്ന് ഉറക്കമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇടനേരത്ത് വിനിച്ചേട്ടൻ പോയി അവനെ ഏറ്റിരിക്കുവേ.
പകലൊക്കെ കിടന്ന് പുള്ളി ഉറങ്ങും. എന്നാന്ന് പറഞ്ഞാൽ വരുമ്പോൾ എന്നേലും കൊണ്ടേ കൊടുക്കും. ഇനി വന്നിട്ടേ കിടക്കത്തുള്ളൂ. ഇങ്ങനെ നോക്കിയിരിക്കും. നമ്മളുടെയൊക്കെ ഭയങ്കര സ്നേഹമാണ്. പക്ഷേ അഴിച്ചു വിട്ടാൽ നമ്മളെ അല്ല സ്നേഹമല്ല ഒന്നുമല്ല. ആരെ കണ്ടാലും ഓടിച്ചിട്ട് കടിക്കും. നമ്മുടെ കോമ്പൗണ്ടിൽ കയറാൻ പറ്റുകയില്ല. അതിനെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ കൂടെ റോഡ് പോയേക്കുന്നത്. അപ്പോൾ അവൻ്റെ വിചാരം നമ്മുടെ ഇവിടെ എന്തിനും അങ്ങനെ വന്നെന്നൊക്കെ ആയിരിക്കും. അവൻ്റെ ചിന്ത അവർക്കല്ലേ അറിയാവുള്ളൂ. ഇനി കഴുത്തേലാണേലും ഉണ്ടല്ലോ ഈ തൊടലിൻ്റെ ഈ സാധനം ഇങ്ങനെ ഈ എന്താ പറയുക ചെയ്യും പോലെ കിടക്കുമ്പോൾ അവന് നോവുമെന്ന് എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പം ഞാൻ എപ്പോഴും അതിന് കഴുത്തെ തൂത്ത് കൊടുക്കുവേ. ഇതൊക്കെ അപ്പൂൻ്റെ വളമാട്ടോ. ഇത് കഞ്ഞിവെള്ളം ഏതാണ്ടെല്ലാം കാണിച്ച് വെച്ചേക്കുന്നത്, അത് തീർത്തു. മറ്റേത് ചാണകം ഏതാണ്ടെല്ലാം കലക്കി വെച്ചേക്കുന്നത്. ഈ പെരയ്ക്ക് ചുറ്റിനും ഇങ്ങനെ കുറേ സാധനങ്ങളാണ്. ഇത് പിന്നെ സവാളയുടെ തൊണ്ടും കിഴങ്ങിൻ്റെ തൊണ്ടും പഴത്തിൻ്റെ തൊലി അത് നിറച്ചും ഉണ്ടായിരുന്നു. ഈ മീൻകുളത്തിലെ വെള്ളം കൊണ്ട് ഇതുണ്ടാക്കുന്നത് എന്നാന്നൊന്നും എനിക്കറിയാൻ മേല. പക്ഷേ ഇത് കണ്ടോ, ഈ കാണുന്ന ഈ വെറ്റക്കൊടി ഒരു കുഞ്ഞു കഷ്ണം കൊടുത്തതാണ്. അത് ആ ഒരു ഏരിയ മുഴുവനായി. പുള്ളിക്ക് എന്നോടങ്ങ് സമർപ്പിച്ച് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് മുയലാണേലും അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ മുയലിനെ മേടിച്ച് വളർത്തുന്നതാണ്. പിന്നെ ഈ ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഉണ്ടാക്കുന്ന ഗോവിന്ദ വിനോദ വ്ലോഗ്സിലുണ്ട്, നിങ്ങളൊന്ന് കയറി കാണണേ. അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് ഈസിയാണ്. ഈ പാമ്പൊന്നും കയറി ഇരിക്കാതെയൊക്കെ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടാൽ മതി. ഇപ്പം കണ്ടോ, നമ്മൾ ആദ്യം കണ്ട ആ മുയലും കൂടും കോഴിക്കൂടും ഒക്കെ അവിടുന്ന് മാറ്റി കരോട്ടപ്പറമ്പിൽ കയറ്റി വെച്ചു. ഇവിടെയായിരുന്നു നമ്മൾ ഈ വാതുക്കൽ, നിങ്ങൾ പലപ്പോൾ കണ്ടിട്ട് കാണാം, അവിടെ ഇരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മുടെ കിണറിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായി ഇതൊന്ന് കരോട്ട് കയറ്റി വെക്കണം എന്ന് ഓർക്കുന്നത്. അപ്പം ഒരിക്കലും പറ്റാറില്ല. എന്തെങ്കിലുമൊക്കെ മുടക്കങ്ങളൊക്കെ വരും. ഈ പ്രാവശ്യം എന്നായാലും ഇന്നിപ്പോൾ അത് ഇന്നിപ്പോൾ ഇത് ഇന്നലെ മുമ്പേ കണ്ടത് ഞായറാഴ്ചത്തെ, ഇതിപ്പോൾ തിങ്കളാഴ്ച എടുത്തതാണേ. 2 പേരെ കൂട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളത് എടുത്ത് കയറ്റി വെക്കാനൊക്കെ. ഇവിടെ ഒരു കുഴി കുത്തണമായിരുന്നു വേസ്റ്റ് ഇടാൻ. വേസ്റ്റ് കുഴി നിറഞ്ഞായിരുന്നു. അങ്ങനെ കുറേ വിശേഷങ്ങളായിരുന്നു ഇന്ന് ഞായറും നിങ്ങളുമായിട്ട് ഇവിടെ. അതുകൊണ്ട് നേരത്തെ വെഞ്ചേട്ടൻ വന്നാൽ പിന്നെ ഞാൻ നേരത്തെ വീട്ടിലെ ജോലിയെല്ലാം തീർത്തേച്ച് ഞായറാഴ്ച ദിവസമൊക്കെ ഇരിക്കുന്ന ദിവസമൊക്കെ ഞങ്ങൾ വെഞ്ചേട്ടൻ്റെ കൂടെ നടക്കത്തേ ഉള്ളേ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ജോലിയും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ചുമ്മാ പറമ്പയൊക്കെ ഇറങ്ങി നടക്കും. എന്തെങ്കിലും പണി കാണും. അതല്ലെങ്കിൽ എങ്ങും പോകാറൊന്നുമില്ല അങ്ങനെ. ഇങ്ങനെ ഉള്ള ഓരോരോ പരിപാടികൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളേ. ഓക്കെ, ബൈ.